ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 15. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. വിവർത്തനം. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഭാവാർത്ഥം: മനുഷ്യർ 2 വിധത്തിലുണ്ട്. അഴുക്കാർന്ന ഭൗതിക വാസനയോടുകൂടിയവരും അവ തീണ്ടാത്തവരും. 2 കൂട്ടർക്കും ഒരുപോലെ ഗുണകരമത്രേ കൃഷ്ണാവബോധം. മലിനഹൃദയർക്ക് ഭക്തിയുത സേവനത്തിന്റെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രമികമായൊരു ശുചീകരണത്തിനു വേണ്ടി കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. ഹൃദയശുദ്ധി കൈവരിച്ചവർക്ക് തങ്ങളുടെ മാതൃകാപരങ്ങളായ പ്രവൃത്തികളെ പിന്തുടർന്ന് മറ്റുള്ളവർക്കു കൂടി പ്രയോജനമുണ്ടാകണമെന്നുദ്ദേശിച്ചും കൃഷ്ണാവബോധത്തിൽ തുടരാം. കൃഷ്ണാവബോധത്തിൽ പരിചയം കുറഞ്ഞ പുതുവിദ്യാർത്ഥികളും മൂഢന്മാരും പലപ്പോഴും കൃഷ്ണാവബോധം എന്തെന്നറിയാതെ കർമ്മങ്ങളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അർജുനൻ യുദ്ധരംഗത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉദ്യമിച്ചത് ഭഗവാന് സമ്മതമായിരുന്നില്ല. താൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും അതേസമയം മാറിയിരുന്നു കൊണ്ട് താൻ കൃഷ്ണാവബോധവാനാണെന്ന് നടിക്കുകയും ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞതാണ്. മുമ്പ് പറയപ്പെട്ട സൂര്യദേവനായ വിവസ്വാൻ മുതലായ ഭഗവാന്റെ പൂർവശിഷ്യന്മാരെ മാതൃകയാക്കി കൃഷ്ണാവബോധത്തോടെ പ്രവൃത്തി ചെയ്യാനാണിവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. പണ്ട് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചവരുടെ എല്ലാം എന്ന പോലെ മുൻകാലങ്ങളിലെ സ്വകർമ്മങ്ങളെക്കുറിച്ചും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ കല സ്വായത്തമാക്കിയ സൂര്യദേവനെ പോലുള്ളവരുടെ പ്രവൃത്തികളെ ശുപാർശ ചെയ്യുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കർത്തവ്യങ്ങളിൽ മുഴുകിയ എല്ലാ വിദ്യാർത്ഥികളെയും കൃഷ്ണൻ ഇവിടെ മുക്തമാത്മാക്കളായി വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.